നീ ഒന്ന് പറ. നീ തന്നെ അത് ഡയറക്റ്റ് ആയിട്ട് പറ. ഞാൻ പറഞ്ഞ അവൻ ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കൂല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിന്നെയാണ് ഒരു വലിയ കാര്യം. ഓഹോ, അതെനിക്ക് അറിയില്ലായിരുന്നു. മര്യാദയ്ക്ക് പോയി പറയടാ ഒറ്റയ്ക്ക്. മീനു വേഗം കൊണ്ടുവാ. ദാ വരുന്നു. അവി വെസ്നോളാ കഴി. ഇതാ. താങ്ക് യു. എന്താണ് രണ്ടുപേരും ഒരു ഗൂഢാലോചന? മീനുവിന് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. എനിക്കോ? നീ നേരത്തെ എന്തോ ഇവരോട് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ തന്നെ പറയണോ? പേടിക്കാതെ പറഞ്ഞോ, നമ്മുടെ അവിയല്ലേ. മതി. അവൾക്ക് എന്തോ കാര്യം പറയാനുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ അത് അവളുടെ കാര്യമില്ലെന്ന് പിടികിട്ടി. മീനു നീ പറ. അത് വേറൊന്നുമല്ല അവി. ആക്ച്വലി DIGക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്നുണ്ട്. ആഹാ, ഇതൊക്കെ എപ്പോ തോന്നി? എടാ, നമ്മൾ ഏതായാലും ഒരു വലിയ സിനിമ ചെയ്യണം. അപ്പൊ അന്ന് നിതിൻ പറഞ്ഞ പോലെ നമ്മളൊരു പുതുമുഖത്തെ വെച്ചാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ നമുക്കെങ്കിലും കുറച്ച് എക്സ്പീരിയൻസ് വേണ്ടേ? അപ്പൊ നമ്മൾ നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്താൽ ഏതെങ്കിലും പ്രൊഡ്യൂസർമാരെ കാണിക്കാൻ നമുക്കൊരു പ്രൊഫൈലായില്ലേ? അടിപൊളി, നല്ല കാര്യമാണ്. എന്റെ എല്ലാ ഭാവങ്ങളും. അല്ല, നീ ഒരു നല്ല തീരുമാനം എടുത്തതിന് ഞാൻ അഭിമാനിക്കുന്നുടാ. ഓൾ ദ ബെസ്റ്റ്. അല്ല, പ്രോത്സാഹനം മാത്രം പോരാ. എന്റെ പൈസയൊന്നും ഇല്ലടാ. കഴിവുണ്ടല്ലോ. നിനക്കെന്താ വേണ്ടത്? ഒരുപാട് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറെ വേണമെന്നാ DIGയുടെ ആഗ്രഹം. ഓ, അപ്പൊ ഡയറക്ടർ ഫിക്സ് ആയിട്ടുള്ള? ആരെ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ നമുക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ്. ഫിറോസ് ആയിരിക്കും. അതൊക്കെ മനസ്സിലായി. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആര് വിളിച്ചിട്ടാ പുള്ളി എന്നെ പിടിച്ച് ഡയറക്ടർ ആക്കിയത്? എന്റെ സ്ക്രിപ്റ്റ് വേറെ ആര് ഡയറക്ട് ചെയ്യാനാ? വേറെ ആരാണെങ്കിലും കുഴപ്പമില്ല, ഞാനില്ല. എന്നെ വിട്ടേക്ക്. ചപ്പാത്തി ആക്കടാ. വേറെ പണിയില്ല. അളിയ, എനിക്കൊരാവശ്യം വരുമ്പോ നീ കൈയൊഴിയാണല്ലേ? കഷ്ടമുണ്ടാവി, ഒന്ന് സഹായിച്ചൂടെ? അതൊന്നും ശരിയാവില്ല മീനു. ഇവിടെ പ്രത്യേകിച്ച് സിനിമ വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലൊരു സിനിമയുണ്ട്. അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അത് ഇവന്റെ സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലടാ. അതും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റോറി ഞാൻ എങ്ങനെ ഡയറക്റ്റ് ചെയ്യും? നിന്റെ പ്രശ്നം എന്താണ് അത് പറ. എടാ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രശ്നം, ഇതൊരു സ്മോൾ ബഡ്ജറ്റ് സ്കീമാണ്. എടാ, ഞാൻ വലിയ ക്യാൻവാസിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, സാമിനെ വെച്ചത് ചെയ്താൽ ശരിയാവൂല. അതുമല്ല, എനിക്ക് ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടും. അത് പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും. ശരിയാവില്ല. എടാ അഭി, എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. അതുകൊണ്ട് ഹെൽപ്പ് ആവണേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അവനൊരു ആവശ്യം വന്നാൽ ഞാൻ കൂടെ നിൽക്കും. നീയും അങ്ങനെ കൂടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യും. അതെ, ചാടാണിക്കാം. അതിന് പോലും കാര്യം മനസ്സിലായി. അളിയ, എന്താണ്? ഞാനൊരു സത്യം പറയട്ടെ. എന്താണ്? നീ ഷോർട്ട് ഫിലിം ചെയ്യാൻ നേറ്റാൽ അതെന്റെ പുണ്യായിരിക്കും. പുണ്യം. ഇതുപോലത്തെ ഡയലോഗാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ചെയ്യാം. ടൈം കിട്ടുമ്പോ പറയാൻ നീ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലേ? എനിക്കത് 24 മണിക്കൂറിൽ കിട്ടിയില്ലെങ്കിലുള്ള I will show you what I can do. Enough, yaar. ശരി, I need that. That's all. Finished. Hey, മീനാക്ഷി, എന്താ? സാറിന് മൂഡ് ശരിയില്ലെങ്കിൽ ഞാൻ പിന്നെ വരാം. ഇല്ലില്ല, പറഞ്ഞോ. എന്താണ്? അല്ലെങ്കിൽ വേണ്ട സാർ, ഞാൻ പിന്നെ വരാം. ഇതിങ്ങനെ നടക്കും. യു സെറ്റ്. സാറിന് എൻ്റെ ബോയ് ഫ്രണ്ട് അവിനാഷിനെ അറിയില്ലേ? അറിയാം. ഇവിടെ വർക്കും കണ്ടിട്ടുണ്ട്. നല്ല വർക്കാണ്. താങ്ക് യു സർ. അവി ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതൊരു കോർപ്പറേറ്റ് സെറ്റപ്പിലാണ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. വെരി ഗുഡ്. ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ. നമ്മുടെ ഓഫീസ് അത് ഷൂട്ട് ചെയ്യാൻ ഒന്ന് തരുമോ? അത് ശരിയാവില്ല. അത് വേണ്ട. അത് ശരിയാവില്ല. സാർ ഒന്ന് ആലോചിച്ചിട്ട്. അല്ല, ആവശ്യമില്ല. ശരിയാവില്ല. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇൻഡസ്ട്രിയിലാണ്. ഞാനിതിൽ ആർക്കും കൊടുത്തിട്ടില്ല. അല്ല, അത് ശരിയല്ല. അത് വേണ്ട. ഓക്കെ സർ. ആക്ച്വലി സർ, അവിയനോട് സാറിന്റെ ഡേറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിട്ടത്. എന്റെയോ? എന്തിന്? ഞാൻ അവിക്ക് സാറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവി പറയണത് ഇതിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്യാൻ സാറ് പക്കയായിരിക്കും. ഞാനാ? സാറ് ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കും ആക്ടിങ്ങിൽ എന്നാ പറയണേ. ഞാൻ പറഞ്ഞോളാം അവിയോട്, സാർക്ക് ഇഷ്ടമായില്ലാന്ന്.
അവിനാശ് അങ്ങനെ പറഞ്ഞോ? അല്ലല്ല അങ്ങനെ അവിനാശ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അവിനാശം ബുദ്ധിമുട്ടാവല്ലേ? അല്ല അത് പ്രശ്നമല്ല, നമുക്കത് ഞാൻ ഓക്കെ പറഞ്ഞേക്കാം അവിനാശിന്റെ അടുത്ത്. ആണ് സർ. ആ അപ്പൊ പിന്നെ നമ്മുടെ ഇവിടെ ഓഫീസിനുള്ളിൽ ഷൂട്ട് ചെയ്യണ കാര്യം അല്ല അത് ഞാൻ പറഞ്ഞോളാം. ആരോട്? അല്ല ഞാൻ തന്നെയാണല്ലോ അല്ലേ? അപ്പൊ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ, നമ്മുടെ സ്വന്തം വർക്കല്ലേ, അപ്പൊ നോ പ്രോബ്ലം. ഓക്കെ സർ. സാറ് ഫൻ ലുക്കായിരിക്കട്ടോ. താങ്ക് യു. ഇതെങ്ങനെയുണ്ടോ? ഇത് കുഴപ്പമില്ല. എടോ, ഞാൻ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് തനിക്ക് കംഫർട്ടബിൾ ആവുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഐ മീൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണമെന്ന്. ഓക്കെ. അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ അത്ര മോശം ഡ്രസ്സൊന്നുമല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മളാ? ഞാനേ എടുക്കുന്നുള്ളൂ. അവന് ഞാനെന്തിനും കൂടെ വന്നത്? അതപ്പുറത്തെങ്ങാനും മാറി എന്നിട്ട് സ്വയം ചോദിക്കി. ഞാൻ വിളിച്ചാ നിന്നെ, വെറുതെ വലിഞ്ഞേറി വന്നോളൂ. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഒരു വിലയില്ല ഇവിടെ. അവരവരെടുക്കേണ്ട പണി അവരവർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കിട്ടിയിരിക്കും. ഓക്കെ, ഞാൻ എഴുതിയ കഥാപാത്രം എന്ത് ഡ്രസ്സ് ഇടുമെന്ന് എനിക്കറിഞ്ഞൂടെ? സാർ ഇന്നലെ അതൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതി തന്നില്ലേ? ഇനി അതൊക്കെ വിട്, ഞാൻ മാനേജ് ചെയ്തോളാം. ഇത് നോക്കിയേ, ഇതെങ്ങനെയുണ്ട്? ആ 4-ാം സീനിൽ ഇതാണ് അഞ്ചിന് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൊള്ളാല്ലേ? അയ്യേ, ഇതെന്തിനുള്ള? ഈ സീനിൽ ഒരുപാട് സെന്റിമെന്റ്സ് ഒക്കെ ഉള്ളതാണ്. ഇതിൽ ഇത്രയും റൈറ്റ് കളർ ശരിയാവില്ല. എടാ കോപ്പി നിന്നോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്. ഇത് ഞാൻ നോക്കിക്കോളാം. എടാ എന്നും പറഞ്ഞ എന്റെ കൺമുമ്പിൽ വെച്ച് ഇങ്ങനെ അനീതി നടക്കും, ഞാൻ ഇടപെടണ്ടേ? പെടണ്ട, ഞാൻ നോക്കിക്കോളാടാ. നീ എന്തുകൊണ്ടാണ് ഇത്രയും നകളിക്കുന്നത്? എന്താ ഇത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടുന്ന അടി കൂടുന്നേ? എന്റെ അഞ്ചു, ഇവന്റെ ജാട കണ്ടാ തോന്നും ഇതിവന്റെ 100ാമത്തെ സിനിമയാണ്. എന്റെ അഞ്ചു, ഞാനോട് 1000 പ്രാവശ്യം പറഞ്ഞാണ് ഈ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ മാത്രം ഇടപെട്ടാൽ മതി, ഈ കാര്യത്തിൽ ഇടപെടരുതെന്ന്. ദേ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നെങ്കിൽ ഷോർട്ട് ഫിലിം ഒന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ. എന്റെ അഞ്ചു, ഞാനൊരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ, നീ എന്താ വെച്ചാൽ ചെയ്യണം. ഓ അതെ, ഈ സിനിമ എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്. നല്ല ടീം ഉണ്ടായാലേ നല്ല സിനിമ ഉണ്ടാവുള്ളൂ. അതിനിടയ്ക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ തമ്മിൽ പറഞ്ഞു തീർക്ക്. പറ്റുമെങ്കിൽ മൂന്നാമതൊരാൾ അറിയാതെ തന്നെ. ഓക്കെ? അഞ്ചു പറഞ്ഞ ഓക്കെയാണ്. എനിക്ക് ഓക്കെ. ഹായ് ഫിറോസ്. എത്തിയോ? ഞാൻ വിചാരിച്ചു ലേറ്റ് ആവും. ഓഫീസിൽ നിന്ന് ഒരു അരമണിക്കൂറേ കിട്ടിയിട്ടുള്ളൂ. പെട്ടെന്ന് പോണം. എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? ഓ വേണ്ട ഫിറോസ്, കാര്യം പറ. അല്ല വേറൊന്നുമില്ല, നമ്മുടെ ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യാണല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ പ്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും എനിക്ക് അത്ര പരിചയമില്ല. ഞാനാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും പോയി. പിന്നെ കൂട്ടുകാരാണെങ്കിലും കാശിൻ്റെ കാര്യത്തിൽ എനിക്ക് അവന്മാരെ അത്ര വിശ്വാസം പോരാ. ഞാൻ അവയോട് ശ്രദ്ധിക്കാൻ പറയാം. അല്ല അവനവൻ്റെ വർക്കിൽ ശ്രദ്ധിക്കട്ടെ, തന്നെ കൊണ്ട് നോക്കാൻ പറ്റുമോ? എന്ത്? അല്ല തനിക്കാവുമ്പോൾ ഈ പ്രൊഡക്ഷനൊക്കെ ഹാൻഡിൽ ചെയ്ത് നല്ല പരിചയമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അതിനിപ്പോൾ എന്താ പറയുക? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. അത് തന്നെ. മീനാക്ഷിക്ക് നോക്കാൻ പറ്റുമോ? ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം റെഡി ഫിറോസ്. ആശ്വാസമായി. എന്നാ ഞാൻ പൊക്കോട്ടെ? അല്ല പിന്നെ സുഹാനയോട് ഇപ്പം ഇത് പറയണ്ട, നമുക്ക് ഷോർട്ട് ഫിലിമൊക്കെ കഴിഞ്ഞ് പതുക്കെ പറയാം. ഓക്കെ, പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ? മീനാക്ഷി പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. അത് വേണോ? വേറെ ആരെങ്കിലും വഴി അറിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ദേഷ്യാവില്ലേ? വേറൊന്നുമല്ല മീനാക്ഷി, അതെ കഴിഞ്ഞ ദിവസം സുഹാനയുടെ അനിയൻ എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കാശ് ചോദിച്ചു. അന്ന് എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് അവനെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി അടുത്ത വഴിക്കിന്. വെരി നൈസ്. എന്നാൽ പിന്നെ കൈയോടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ മേടിച്ചു. സോ ഫ്രം നൗ ഓൺവേർഡ്സ് യു ആർ ദ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഓഫ് ഫിറോ എൻ്റർടൈൻമെൻറ്റ്. താങ്ക് യു. പിന്നെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള കാശ് ഞാൻ മീനാക്ഷിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം. ഓക്കെ. അപ്പം വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഈ കോഫി ഞാൻ ഏത് കണക്കിൽ പെടുത്തണം? അത് പിന്നെ ഞാൻ പേ ചെയ്തോളാം. ജോലി തുടങ്ങിയില്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? വരൂ. സെൻറ്റർ ചെയ്തേ കുറച്ചുകൂടി. ഓക്കെ, അത്രയും വേണ്ട. ഓക്കെ എന്തായി? ഓക്കെ ഇവിടെ എല്ലാം സെറ്റാണ്. പിന്നെ അത് തുടങ്ങാൻ എത്ര താമസം? ഹീറോ റെഡി ആയിട്ടില്ലടാ. അവൻ ഇതുവരെ റെഡി ആയില്ലേ? അവൻ റെഡി ആവാനായിട്ട് ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങണ്ടേ? ബാത്റൂമില്ല? എന്താ പ്രശ്നം? എനിക്കറിയത്തില്ല. എന്താ ഇവിടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എത്ര ഡിലേ? ഹലോ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, മോള് നോക്കണ്ട. അതെ, ഞാൻ ഈ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാ, ഞാൻ നോക്കും. ഇതൊക്കെ എപ്പോ? അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പിന്നെ സിനിമ വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ. മിസ്റ്റർ ഡയറക്ടർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളിവിടെ ഷൂട്ട് വൈകും തോറും ബഡ്ജറ്റ് ഷൂട്ടപ്പ് ചെയ്യാണ്. ഞാൻ വേണം പ്രൊഡ്യൂസറിനോട് സമാധാനം പറയാൻ. പെട്ടെന്നാവട്ടെ. എടാ ഹീറോ റെഡി ആയിട്ടില്ല. അതൊന്നും എന്റെ ഹെഡേക്ക് അല്ല. നിങ്ങൾ പറഞ്ഞ സാധനങ്ങളോട് എത്തിച്ചില്ലേ? ഷൂട്ട് വേഗം തുടങ്ങട്ടെ. എടാ DIG, നീ ആ സാമൊന്ന് റെഡിയാന്ന് പോയി നോക്കി. ഒരുത്തര ജാറുണ്ട് നിൽക്കാൻ പറ്റത്തില്ല. പോയി നോക്കൂ. സാം,
എടാ നീ ഇവിടെ എന്തെടുക്കാണ്? അവിടെ എല്ലാവരും നിനക്ക് കാത്തുകയല്ലേ? എടാ ഇത് ഞാൻ തന്നെ ചെയ്യണോ? നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ ചുമ്മാ കളിക്കില്ലേ? എടാ എന്തോ ഒരു വയറുവേദന പോലെയൊക്കെ. അതൊക്കെ നിനക്ക് ടെൻഷൻ കാരണം തോന്നുന്നതാണ്. നീ ഒരു 3-4 ഭുജംഗാസനവും 2-3 പ്രാണായാമൊക്കെ കാച്ചിക്കോ. അപ്പോൾ ഒരു സമാധാനം കിട്ടും. എന്നിട്ട് വേഗം വാ. അവിടെ അഭിയത കരുതുള്ളി നിൽക്കണം അവിടെ. പെട്ടെന്ന് വാ. ഓക്കെ. എന്താ സാം, എന്താ പറ്റിയേ? അഞ്ചു ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? അഞ്ചു, ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ആക്ടിംഗ് ഒന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? നീ റിഹേഴ്സലൊക്കെ നന്നായി പെർഫോം ചെയ്തതല്ലേ? അതെ, പക്ഷേ ഇപ്പം ഈ ക്രൗഡും ക്യാമറയൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ധൈര്യമൊക്കെ ചോർന്നു പോകുന്ന പോലെ. നീ ഇങ്ങനെ പേടിക്കാതെ. ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ചെറിയ തെറ്റ് പറ്റിയാലും ഇവിടെ ഞാനില്ലേ. അഞ്ചു, ഓരോരുത്തർക്ക് ചോദിച്ച ഓരോ പണികളുണ്ട്, അതവർ തിരിച്ചറിയണം. DIG ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഒരു ഷോർട്ട് ഫിലിമിലെ ലീഡ് റോളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ള ആളിനെ കൊണ്ട് ഇത് ചെയ്യിച്ചാൽ അത് ഇതിൻ്റെ ഔട്ട്പുട്ടിനെ ബാധിക്കും. അല്ല, അഞ്ജുവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ ടാലൻറ്റഡ് ആയിട്ടുള്ള, അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള, അവരിൽ ആരെങ്കിലും നമുക്ക് വിളിച്ചാലോ? സർ, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ അവിനാഷ് സാർ പറഞ്ഞു. ചെല്ല, ഇപ്പൊ റെഡിയോ? ഓക്കെ. നീ വെറുതെ ആലോചിച്ച് ചിന്തിച്ചു കൂടുന്ന. ചെല്ല്, വേഗം ചെന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യ്. ചെല്ല് സാം, അത് വേണോ? ചെന്ന് റെഡിയാവ്. സംഭവം മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ തന്നെ പോയാൽ എടാ ഒരു ചായ കിട്ടും. എനിക്കൊരു ചായ. എനിക്ക് പിന്നെ അഞ്ജു, ഈ ഡയലോഗ് തനിക്ക് കംഫർട്ടബിൾ ആയിട്ട് രീതിയിൽ പറഞ്ഞാൽ മതി. ഓക്കെ. അതിന്റെ സോള് നഷ്ടപ്പെടുന്നേ ഉള്ളൂ അല്ലേ? ആ അതാണ്. ഇവനോട് കൂടി ഒന്ന് സംസാരിച്ചൊന്ന് ഫൈനലൈസ് ചെയ്തോ. ഓക്കെ, ഡി ഒന്ന് ഓക്കെ പറഞ്ഞു. നോക്കാം. എന്തായി? ഹലോ മിസ്റ്റർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ഞാൻ കുറച്ച് ബലൂണുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെ കിട്ടിയില്ല. അപ്പൊ ആദ്യം മഞ്ജുവിന്റെ ഇൻട്രൊഡക്ഷൻ സീനാണ് കൊടുക്കണേ. ആടാ, സാം സ്വപ്നം കാണുന്ന സീക്വൻസാ. പറന്നിറങ്ങുന്ന ബലൂണിന്റെ ഇടയിൽ കൂടി നടന്നു വരുന്ന നായകൻ. ശരിയാ, പക്ഷെ ബലൂണിന്റെ ആവശ്യമില്ല. എടാ, അത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അല്ല, ഡയറക്ടർ തീരുമാനിക്കുന്നത്. സോറി, ആവശ്യമില്ലാതെ ബഡ്ജറ്റ് ഷൂട്ടപ്പ് ചെയ്യാൻ പറ്റില്ല. എടാ, ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീരുമാനിക്കാൻ വെച്ചാൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ പോരെ? ദേ മീനു, ഇനി ഞാൻ വല്ലതും പറയും. ഹായ് അവി. ഒന്ന് ഇങ്ങ്. ആ അതെ ഫിറോസെ, താൻ എന്തിന്റെ പേരിൽ ഷോർട്ട് ഫിലിം പിടിക്കാന്ന് വാക്കുന്നത്? അത് എന്തേ? എന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ? അതെ. എന്നെ ഇപ്പൊ ഇവിടെ വിളിച്ചോണ്ട് പോയിക്കൊള്ളാം. എന്ത് പറ്റി? എവിടെ തനിക്ക് ആ ബജറ്റ് എന്ന സമയത്ത് പ്രോപ്പർട്ടി ലിസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തല്ലേ തന്നത്? അതെ. അത് താൻ അപ്രൂവ് ചെയ്താണോ? അതെ. എന്നാ പിന്നെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ചോദിക്കുമ്പോ തന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർക്ക് അത് തരാൻ എന്തിനും ഇഷ്ടം? അതെ, ഞാൻ മീനാക്ഷി അടുത്തൊന്ന് സംസാരിക്കാം. താൻ എന്ത് വേണമെങ്കിലും സംസാരിച്ചു, പക്ഷെ എനിക്ക് 10 മിനിറ്റുള്ളിൽ സാധനം വേണം. നീ സമാധാനപ്പെട്, നമുക്ക് റെഡിയാക്കാം. സംസാരിക്കും. DIG എവിടാ നിന്റെ ഹീറോ? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, എന്താ പ്രശ്നം? ആവശ്യമില്ലാതെ ബഡ്ജറ്റ് ഷൂട്ടപ്പ് ചെയ്യാനേ. ആണോ? സാർ ഒരു പേനയും പേപ്പറും ചോദിച്ചിരുന്നില്ലേ? ആ, താങ്ക് യു. മോൾ എന്റെ ഡയലോഗ് തന്നില്ല. ഇപ്പൊ തരാം. പെട്ടെന്ന് ആയിക്കോട്ടെ, എനിക്ക് ഇമ്പ്രൂവൈസ് ചെയ്യണ്ടാണേ. ആ ഇയാൾക്ക് ഡയലോഗ് ഉണ്ടോ? ആ ആയിക്കോട്ടെ. ഒരുപാടൊന്നുമില്ല. കൊച്ചി ജൂലൈ 14, 2019. ഡിയർ അവിനാശ് ആൻഡ് DIG, ഞാൻ പോവുകയാണ്. എന്നെക്കൊണ്ടത് പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടി നല്ല കഴിവുള്ള ആരെങ്കിലും കൊണ്ട് അഭിനയിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഈ കട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ സിറ്റി വിട്ട് പോവുകയാണ്. കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുന്നുള്ളൂ. എന്നോടുള്ള ദേഷ്യം കൊണ്ട് ബാക്കി സാധനങ്ങളെടുത്ത് കത്തിച്ച് കളയരുത്. NP, അഞ്ചു എന്നോട് ക്ഷമിക്കണം. താൻ എത്ര പറഞ്ഞിട്ടും എനിക്കൊട്ടും ധൈര്യം വരുന്നില്ല. എന്ന് നിങ്ങളുടെ സ്വന്തം സാം. ഗുഡ് ബൈ. സാം എങ്ങോട്ട്? ഷോർട്ട് റെഡിയായി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സാമോനെ, ഡാ മേക്കപ്പ് ഇട്ടപ്പെടുത്തേന് നീ അങ്ങ് സുന്ദരനല്ലോടാ. ജോസഫേട്ട എന്താ ഇവിടെ? എൻ്റെ DIG മോൻ എനിക്കിതിലൊരു വേഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ, എന്നാ പിന്നെ മേളിലേക്കല്ലേ? എടാ നീ ഇവിടെ വാ, ഞാനങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ ശരിയാകില്ല. ഒന്നുമില്ല, 3ാമത്തെ നിലയിലേക്ക് എന്നാൽ മതി, അവിടെ എല്ലാവരും ഉണ്ട്. അല്ലേ, എന്നാലും ശരിയാകണ്ട. ഇതുപോലുള്ള വലിയ ഓഫീസിൽ പോയി എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. നീ ഇവിടെ വാ. ഒന്നുമില്ല, ജോസഫേട്ട പൊക്കോ, ഞാൻ പോട്ടെ. ഇങ്ങോട്ട് പാടാ തീർക്കാം, ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ. ഇങ്ങോട്ട്
ഇങ്ങനെ വാടാ മറ്റേ ഒരു ചാടാ വന്നെങ്കിലോ പക്ഷെ ഇപ്പൊ തന്നെ സമയം 3 സീനാണ് തീരാനുള്ളത്. ഒരു മനുഷ്യനാണെങ്കിൽ എങ്ങനെ തീരാവും? എടാ സാമേ, നീ ഇത് എന്ത് പണിയാണ് കാണിക്കുന്നത്? ഞങ്ങൾ എത്ര നേരം ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? നീ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് എവിടെ നടക്കണായിരുന്നു? എടാ DIG നിന്നെ ഞാൻ ഇവരെ നോക്കാനല്ലേ പറഞ്ഞു വിട്ടത്? എടാ ഞാൻ ഇവനോട് പെട്ടെന്ന് വരാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വന്നത്. അതെ, നിങ്ങൾ ഇങ്ങനെ അവനെ സംസാരിച്ച് ടെൻഷൻ അടിപ്പിക്കാതെ. അവന് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കാറ്റ് കൊള്ളാൻ പുറത്തോട്ട് പോയായിരിക്കും. കാറ്റാ? ഇതിന് മാത്രം കാറ്റുള്ളവർ ഞാൻ അറിഞ്ഞില്ലല്ലോ പുറത്ത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നീ ഡയലോഗ് പഠിച്ചതല്ലേ? എടാ DIG നീ ഇവനെ ഡയലോഗ് പഠിപ്പിച്ചില്ല? എടാ ഞാൻ ഇവർ കംപ്ലീറ്റ് ഡയലോഗും പറഞ്ഞു കൊടുത്താണ്. പോയി പഠിപ്പിക്കണമെന്ന്. നിന്നെ പഠിപ്പിക്കണം. എന്താ ഏട്ടാ? അതുപോലെ എൻ്റെ വേഷം അയ്യോ, ചെന്നൈയിൽ വേഷം ഉണ്ടായിരുന്നു. എന്നാണല്ലോ DG എന്നോട് പറഞ്ഞ. അയ്യോ ഞാൻ മറന്നു പോയതാ, സോറി. ചേട്ടനൊന്ന് DIG ചോദിക്കും, അവൻ പറഞ്ഞുതരും. ശരി, ഓക്കെ. എന്താണ്? ഡയറക്ടർ സാറിനെ അനുഗ്രഹിക്കണം. അയ്യോ ഒന്ന് പോ ജോസഫേട്ടാ. ഓക്കേ, സർ. അവിനാശ എന്റെ ഷോട്ട് റെഡിയാണോ? ഹാ, ഒരു അരമണിക്കൂർ ഇപ്പൊ തന്നെ റെഡിയാവേ. വേഗം പഠിച്ചോളൂ കേട്ടോ. ഞാൻ പഠിക്കുന്നുണ്ട്. ഹാ, ഓക്കെ. താങ്ക് യു. അഞ്ചുകൂടെ അപ്പൊ ടേക്ക് പോയാലോ? ആ ടേക്ക് ഡയലോഗ് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി, എന്നാ നമുക്ക് പോയാലോ? അപ്പൊ ടേക്ക് പോവാണേ. ഇവിടെ ലുക്ക് കൊടുത്തു. ഇവിടെ നോക്കി പറയണേ. ഇവിടെ നോക്കി പറ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. എനിക്ക് പറയാനുള്ളതോട് കേൾക്കണം. എൻ്റെ പാരൻസിൻ്റെ ഒറ്റമകൾ എന്ന നിലയിൽ എൻ്റെ ചുറ്റുമുള്ളവരോടും കുടുംബക്കാരോടും എനിക്ക് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. അതൊന്നും കണ്ടില്ലെന്ന് വെക്കാൻ എനിക്കാവില്ല. നിങ്ങൾക്കൊരു വിഷയം കഴിഞ്ഞേക്കും. കാരണം ബന്ധങ്ങൾ എന്ന് നിങ്ങൾക്ക് ബാധ്യതകളായിരുന്നല്ലോ. എടാ ടേക്ക് കൊള്ളാം, Okay. പക്ഷെ എടാ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൂടെ വേണം. ഭയങ്കര പ്ലെയിൻ ആയിട്ട് എടുക്കണം ഡയലോഗ് മാത്രമായിട്ട്. എടാ നീ ആ ബാഗ് എടുക്കുന്ന സമയത്തില്ലേ, ആ അഗ്രസീവ്നെസ് ബാഗിലൊന്ന് കാണിച്ചു, എന്തെങ്കിലും ഒന്ന് എടുത്ത് വെക്കുന്നതായിട്ട്. എന്നിട്ട് നടന്നോ? ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യും. ഒന്നുകൂടി പോയാലോ ടേക്ക്? ഒന്നുകൂടി ചെയ്യും. അവിടെ വെച്ചോടാ, ബാഗ് അവിടെ വെച്ചു. സെയിം പൊസിഷൻ തന്നെ, ലുക്ക് അവിടെ. വാ, സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. എനിക്ക് പറയാനുള്ളതോട് കേൾക്കണം. എൻ്റെ പാരൻസിൻ്റെ ഒറ്റമകൾ എന്ന നിലയിൽ എൻ്റെ ചുറ്റുമുള്ളവരോടും കുടുംബക്കാരോടും എനിക്ക് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. അതൊന്നും കണ്ടില്ലെന്ന് വെക്കാൻ എനിക്കാവില്ല. നിങ്ങൾക്കൊരു വിഷയം കഴിഞ്ഞേക്കും. കാരണം ബന്ധങ്ങൾ എന്ന് നിങ്ങൾക്ക് ബാധ്യതകൾ മാത്രമായിരുന്നല്ലോ. നൈസ് ആണ്. താങ്ക് യു. ഡയറക്ടർ സാർ കൊള്ളാം, അദ്ദേഹത്തെ പണി അറിയാം. എന്തുവാണ് സാറ്, നീ എന്നല്ലേ ധരിക്കാറുള്ളത്? മറ്റേ ഷോട്ട് ആത്മസംതൃപ്തി എന്ന് പറയുമ്പോ സേവ് ദ റൈറ്റ് വീഡിയോ മാത്രം ചെയ്തിട്ടേ ജീവനൊരു കഥാപാത്രത്തെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു എഴുത്തുകാരനുള്ളിൽ ഉണ്ടാവുന്ന സാരമല്ല, എല്ലാം ശരിയാവും. കൺട്രോൾ കൺട്രോൾ DIG കൺട്രോൾ. DIG സാമിനെ വിളിച്ചോ? അടുത്ത അവന്റെ ഷോട്ട് ഇവിടെ മതിയോ? ആ അത് മതി. അപ്പൊ പിന്നെ എല്ലാരും അവിടെ നിന്ന് മാറിയുന്നോ? ഫീൽ ക്ലിയർ, ടേക്ക് പോകാനുള്ള. നീ എവിടെയാ പോകുന്നത്? നീയല്ലേ പോകാൻ പറഞ്ഞത്? അത് നിങ്ങളോടല്ലേ പറഞ്ഞത്. അതിന് ഇവനെന്തിനാ പോകുന്നത്? ആര്? ഇതേ പുറകില്. ഇവരിവിടെ നിർത്തിയല്ലേ? ഓക്കെ. അതെ, ഹലോ, ഫീൽ ക്ലിയർ എല്ലാരും കൂടിയാ? ഞങ്ങളാണോ? ആ ഏരിയ നിന്ന് മാറണം, ഫുൾ മാറണം. ചോര തിളച്ച് മറിഞ്ഞ്. സാമേടെ ഞാൻ ആക്ഷൻ പറയട്ടെ, എന്നിട്ട് ചെയ്താൽ മതി. ഓക്കെ, ആ ലുക്ക് ഒന്ന് കൊടുത്ത്. എടാ ആ കൈപ്പത്തി നോക്കി വേണേ പറയാൻ, ക്യാമറയിലല്ല കൈപ്പത്തിയിൽ. അപ്പോൾ ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. അമ്മ കിടക്കയിൽ കിടന്നു. എനിക്ക് 5 വയസ്സായിരുന്നപ്പോൾ അവർ എയ്ഡ്സ് രോഗിയായിരുന്നു. ചോര തളം കെട്ടി നിൽക്കുന്ന ഓർമ്മയിൽ ആ കുഞ്ഞ് വളർന്നു വലുതായി. അവരെന്നെ കൊല്ലാൻ നോക്കിയപ്പോൾ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊച്ചെന്നെ അച്ഛന്ന് വിളിച്ചിരിക്കും. അടിപൊളിയായിട്ടോ സാംബോയ്, നൈസ് ആയിട്ട്. നീ അടിപൊളിയായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്. കറക്റ്റാണ്. ഹാ, നീ ഇത്തിരി കൂടി നിനക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് നീ നിനക്ക് സംഭവിച്ച കാര്യമായിട്ട് സംവിധായകനും നായകനും കൂടെ നല്ലൊരു സ്ക്രിപ്റ്റ് കൊളാക്കും. നീ വിഷമം കണ്ടോ? എൻ്റെ ഗംഭീര പെർഫോമൻസ് കൊണ്ട് ഞാൻ എല്ലാം തിരിച്ചു. അവി ഒരു മിനിറ്റ്. അവി ഈ ടേക്ക് ഓക്കെ അല്ലല്ലോ? ഇല്ല. പിന്നെ നീ എന്താ അങ്ങനെ പറഞ്ഞേ? പക്ഷെ ഇങ്ങനെ പറഞ്ഞാലേ ശരിയാക്കുള്ളൂ, ട്രസ്റ്റ് മീ. ഓക്കെ, ഇതിന്റെ ക്ലിപ്പ് നമ്പർ എത്ര? സാമേ ടേക്ക് പോവാം. ഇന്നോടി പോവാം. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ.
ഓക്കെ? അത് ഞാൻ ഈ കണ്ണട ഒന്നും നിനക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്തോ. ഓക്കെ? റെഡി? സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ചോര തളം കെട്ടി നിൽക്കുന്നൊരു കാഴ്ചയുണ്ട് എൻ്റെ ഓർമ്മയിൽ. എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ അമ്മയെ അവസാനമായിട്ട് കാണുമ്പോൾ ചോര വീണ് ചീഞ്ഞു നാറിയ കിടക്കയിൽ മരണം കാത്തു കിടക്കുകയായിരുന്നു അവർ. ഒരിക്കൽ മരണം അവരെ കീഴ്പ്പെടുത്തുമെന്ന് അറിഞ്ഞിട്ടും ആ എയ്ഡ്സ് രോഗിയായ സ്ത്രീ തളരാതെ തൻ്റെ മകനെ വളർത്തി വലുതാക്കാനാണ് ശ്രമിച്ചത്. ആ അമ്മ എവിടെ കിടക്കുന്നു? കുടുംബ പാരമ്പര്യം നോക്കി സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്ന നീ എവിടെ കിടക്കുന്നു? ആ വയറ്റി വളരുന്ന കുഞ്ഞിൻ്റെ തന്ത ഞാനാണെങ്കിൽ നീ പ്രസവിക്കുകയും ചെയ്യും, കൊച്ചെന്നെ അച്ഛന്ന് വിളിക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട്? നമ്മുടെ സാമാൻ തോന്നുന്നു. കോട കളിയാക്കായി എൻ്റെ സംവിധാന സിംഹമേ. എന്തൊക്കെ ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഒരു ആക്ടറിന്റെ ടൈമിങ് പക്കയുണ്ടല്ലോ, പിന്നെ ഒന്നും നോക്കാനില്ല, സൂപ്പറാണ്. നാച്ചുറലായിട്ട് കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, ടൈമിങ് സൂപ്പർ. ഏത് ഈ ആർട്ടിസ്റ്റ് അധികം കണ്ടിട്ടില്ലല്ലോ. അവൻ ആക്ച്വലി ഞങ്ങളുടെ ഒരു കൂട്ടുകാരനാണ്. അവൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കണ്ടാ തോന്നില്ല കേട്ടാ. അവനെ സാറെ സംഭവം വൈറലായ ചെക്കനെ പിടിച്ചാൽ കിട്ടില്ല. അല്ല, ഇതിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സ്ക്രിപ്റ്റ് ആവറേജ് ആണ്, എല്ലാവരുടെ പെർഫോമൻസും സൂപ്പർ. പിന്നെ അവിനാഷ് സാറിൻ്റെ ഡയറക്ഷൻ കൂടി ആയപ്പോൾ സംഭവം അടിപൊളിയായി. അല്ല, ആരെൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ? അല്ല, അത് വേറെ ആരുമല്ല, ഇവൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. ആ, എൻ്റെ അവിനാഷ് സാറേ എന്തിനിങ്ങനെയൊക്കെ നോക്കണേ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമ വേറെ, സൗഹൃദം വേറെ. അടുത്ത തവണെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ചെയ്യാൻ നോക്ക് കേട്ടോ. ഓക്കെ അടിയാ, ഈ ഷോർട്ട് ഫിലിം നമുക്ക് റിലീസ് ചെയ്യാതിരുന്നാലോ? എന്തിനാ? എടാ, ഈ തെണ്ടിയൊക്കെ ഫേമസ് ആയ പിന്നെ ഞാൻ ജീവിച്ചിരുന്ന കാര്യമില്ല. പോടാ.